അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രണ്ട് സമയങ്ങൾ നാം ശ്രദ്ധിച്ചാൽ വലിയ നേട്ടങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു സമയം നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയവും രണ്ടാമത്തെ സമയം നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കഴിയുന്ന സമയവുമാണ്. ഏതാണ് ആ രണ്ട് സമയങ്ങൾ? നമുക്ക് ഇൻഷാ അള്ളാഹ് വീഡിയോ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അള്ളാഹ് അൽഹംദുലില്ലാ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഓ അലിയെ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്ന രണ്ട് സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ആ രണ്ട് സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നോട്ടങ്ങളുള്ള സമയമാണ്. അതിലൊന്നാമത്തെ സമയം അത്തായ സമയമാണ്. അതായത് നമ്മൾ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയം, സുബഹിയോട് അടുത്ത് ഉള്ള സമയം. ആ സമയത്ത് സ്വലാത്തുകൾ നിങ്ങൾ ധാരാളമായി ചൊല്ലണം. രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് മഗ്രിബിനോട് തൊട്ടടുത്ത സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാറും ചൊല്ലണം. ഈ രണ്ട് സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടമുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് ഈ രണ്ട് സമയവും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് അവിടുത്തെ മരുമകനായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് കാണാം. അതുകൊണ്ട് തന്നെ ആ രണ്ട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. സ്വലാത്ത്, ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇങ്ങനെ തുടങ്ങിയ സ്വലാത്തുകൾ, നാം എപ്പോഴും ചൊല്ലുന്ന സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഈ സ്വലാത്തുകൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങും. നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിനുള്ള എല്ലാ വഴികളും അതിലൂടെ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. കാരണം ഹബീബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുമെന്നാണ്. അതിലൂടെ നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹു തആല തുറന്നു തരും. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് മഗ്രിബിനോട് അടുത്ത സമയമാണ്. ആ സമയത്ത് നാം ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം. അതിലൂടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും. പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ മഗ്രിബിനോട് തൊട്ടടുത്ത സമയത്ത് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ധാരാളമായി ചൊല്ലാറുമുണ്ടായിരുന്നു. ആ ഇസ്തിഗ്ഫാറിനെയെങ്കിലും മഗ്രിബിനോട് തൊട്ടടുത്ത സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും ആ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ആ സമയം ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.